ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം മാലാഖ പള്ളി എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം മാലാഖയുടെ തിരുനാൾ നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ആഘോഷത്തിൻ്റെ തിരുനാളാണ്. അപ്പോൾ ആ വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ അടുത്തിരിക്കുന്നവർക്ക് കൈനീട്ടി എത്തുന്ന ഡിസ്റ്റൻസിലേക്ക് കൈ ഇങ്ങനെ നീട്ടി കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഹാപ്പി ഫീസ്റ്റ് എന്ന് ആശംസിക്കുക. ഹാപ്പി ഫീസ്റ്റ് പരസ്പരം എല്ലാവരും എവിടം വരെയും കൈയെത്തും, മുമ്പിലും പുറകിലുമൊക്കെ കൈയെത്തുന്നിടത്തൊക്കെ ഹാപ്പി ഫീസ്റ്റ്. മുഖത്ത് ഒരു സന്തോഷം പുഞ്ചിരിയൊക്കെ എല്ലാവർക്കും വേണം. കാരണം മാലാഖ നമ്മളുടെ ഫയറാണ് അല്ലേ. ഈ പള്ളിയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മാലാഖയാണ് നമ്മളുടെ എല്ലാം എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഇടവകയിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിലും ആരുടെ കരുത്താണ്? മാലാഖ നമുക്ക് നൽകിയിരിക്കുന്ന ബലമാണ്, കരുത്താണ് എന്നുള്ളത് ഇങ്ങനെ അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ ഈ പള്ളിയിൽ മാലാഖയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യം അത്രത്തോളം പവർഫുള്ളാണ്. അതാണ് എൻ്റെ പ്രത്യേകത. പണ്ട് കാലത്ത് കാർന്നന്മാർ പറഞ്ഞത് നിങ്ങൾക്കും കുറേ പേർക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ കരുതാണ്. ഈ മാലാഖയുടെ തിരുനാളിനെ കൊടി ഉയർത്തുന്ന സമയത്ത് നമ്മുടെ പാരിഷ് ഹാളിൻ്റെ എക്സ്ട്രീം എൻഡിലായിട്ട് ഒരു വലിയ കുളമുണ്ടായിരുന്നു എന്നും കൊടി ഉയർത്തുന്ന സമയത്ത് ആ കുളത്തിൽ സ്വർണ്ണ മത്സ്യം ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വന്ന് നിന്ന് ആ തിരുനാൾ ആരംഭങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റുകൂട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അത് വലിയൊരു ഐശ്വര്യമായിട്ട് നമ്മുടെ നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടെ കേട്ടിട്ടുള്ളവർ ഈ ഒരു കാര്യം ഒന്ന് കൈവക്കാം. എത്ര പേരല്ല അച്ഛൻ നുണ പറഞ്ഞാണെന്ന് പറയും. കണ്ട നോക്കി, കണ്ട ഇത്രയും പേര് കേട്ട. അപ്പോൾ 2 വർഷം മുമ്പ് വന്ന അച്ഛൻ നുണ പറഞ്ഞതല്ല. ഇവിടുത്തെ പഴമക്കാരും ഇവിടുത്തെ ജീവിച്ചിരിക്കുന്നവരൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു തിരുനാളിൻ്റെ ഭാഗമായിട്ട് അന്തോണീസ് പുണ്യാളനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്തോണീസ് പുണ്യാളൻ പ്രസംഗിച്ചത് കേൾക്കാൻ ആൾക്കാർക്ക് മനസ്സുണ്ടായില്ല. അപ്പോൾ കടലിൽ ചെന്നിട്ട് മത്സ്യങ്ങളെ നോക്കി പറഞ്ഞു. മത്സ്യങ്ങളൊക്കെ കടലിൽ എഴുന്നേറ്റ് നിന്ന് ഈ അന്തോണീസ് പുണ്യാളന്റെ പ്രസംഗം കേട്ടു എന്ന് പറയുന്നത് പോലെ ഈ പ്രദേശത്തിൻ്റെ വലിയ ഉത്സവമായി ആഘോഷമായി മാലാഖയുടെ തിരുനാൾ കൊണ്ടാടിയിരുന്ന ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു വലിയ കുളത്തിലെ സ്വർണ്ണ മത്സ്യം ഇങ്ങനെ ഉയർന്നു വന്ന് നിൽക്കുന്ന കാഴ്ച വേറെ സമയത്തൊന്നും കാണൂല. ആ തിരുനാൾ കൊടികയറ്റത്തിൻ്റെ അന്ന് മാത്രം ദൃശ്യമാകുന്ന ഒരു കാഴ്ച. പക്ഷെ നമ്മൾ സങ്കടം ആ കുളം തന്നെ നികത്തി കളഞ്ഞു. അല്ലെങ്കിൽ നമുക്കതൊരു വലിയ രീതിയിലൊക്കെ ക്രമീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. എന്തുമായി കൊള്ളട്ടെ, അത്രത്തോളം പവർഫുള്ളാണ് നമ്മളിവിടെ മാലാഖയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യം എന്നുള്ളത് ഓർത്ത് നോക്കും. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ വന്ന സമയം മുതൽ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താ? ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ മാലാഖയുടെ മാധ്യസ്ഥ്യം വിളിച്ചു പ്രാർത്ഥിച്ചാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. തമ്മനം ചാപ്പല് തന്നെ ഓർത്തു നോക്കില്ലേ, 60 ദിവസം കൊണ്ട് എങ്ങനെ പണിയാൻ പറ്റും? സാധിക്കും? നടക്കണ കാര്യമല്ല. പക്ഷേ അത്ഭുതകരമായ ഇടപെടലിലൂടെ മാലാഖ നമുക്കത് സാധിച്ചു തന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നൊരു കാര്യം, ആ പള്ളിയുടെ പണി ഒട്ടും പ്രതീക്ഷിക്കാതെ ഓളോണ് സഡൻ ഇങ്ങനെ അച്ഛൻ പള്ളി പറഞ്ഞതാ. അവിടുത്തെ ഓരോ റിപ്പയർ വർക്കിന് വേണ്ടി അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ വന്നപ്പോൾ മനസ്സിൽ തോന്നിയ മാലാഖ പറഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞതാ, എന്തിനാ റിപ്പയർ ചെയ്യണം, നമുക്കത് അങ്ങോട്ട് പൊളിച്ച് പണിയാൻ നേരത്തും കയ്യിൽ കാശില്ലെന്നുള്ളത് നമുക്കറിയാം. കാരണം അവിടുത്തെ തന്നെ സ്ഥലം വാങ്ങിച്ച് കോടികളുടെ ബാധ്യതയുണ്ട്. എങ്കിലും മനസ്സിലിങ്ങനെ തോന്നി, തമ്പുരാൻ ഇങ്ങനെ മാലാഖ വഴി പറഞ്ഞു, അത് റിപ്പയർ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് പൊളിച്ചു പണിയുന്നു. അപ്പോൾ പണി ആരംഭിക്കുന്നതിന് മുമ്പ് ലോണിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ ബിഷപ്പ് ഹൗസിൽ നിന്ന് അനുവാദം കിട്ടിയില്ല. എങ്കിലും എൻ്റെ ഒരു കോൺഫിഡൻസ്, ഒരു പള്ളി പണിയുന്നത് കൊണ്ട് ജനം മുഴുവനായിട്ട് സഹകരിക്കും, അതുകൊണ്ട് തന്നെ പണിക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകില്ല
എന്ന് കരുതി കല്ലിടുന്നതിന് മുമ്പേ എന്ത് ചെയ്ത് വെഞ്ചിരിപ്പിന്റെ ഡേറ്റും പ്രഖ്യാപിച്ച് പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിടുത്തം കിട്ടി, ഉദ്ദേശിച്ചതുപോലെയൊന്നും തൊട്ട് കയ്യിലോട്ട് വരുന്നില്ല. ഇപ്പൊ പണിക്കാരൊക്കെ പണിയാനുണ്ടെങ്കിലും ഓരോ ആഴ്ചയിലും കണക്ക് തീർക്കുമ്പോൾ പൈസ കൊടുക്കാനില്ലെങ്കിൽ പണി അവിടെ നിൽക്കും. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ ഒരു മാസം പോയി, ആകെ 2 മാസമാണ് പള്ളി പണിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. 2ാമത്തെ മാസം ഇപ്പൊ ടൈറ്റായി തുടങ്ങി. അപ്പൊ നമുക്ക് പരിചയമുള്ള അടുത്തുനിന്നൊക്കെ ആദ്യം കുറച്ച് പൈസയൊക്കെ കടം വാങ്ങിച്ച് അതിനൊരു പരിധിയുണ്ട്. പിന്നെ എന്ത് ചെയ്യും? അപ്രകാരം ഇനി കടം വാങ്ങിക്കാനായിട്ട് ചോദിക്കാനും പറ്റാത്ത ഒരവസ്ഥയിൽ ചിലരോടൊക്കെ ചോദിച്ചിട്ട് കിട്ടിയുമില്ല. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ മേടയിലിരുന്ന് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ എന്ത് ചെയ്യും? കാരണം നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, പണിക്കാർ വരും, ലക്ഷങ്ങളാണ് അവർക്ക് കൊടുക്കാനുള്ളത്, പല ബില്ലുകളും ഉണ്ട്. എനിക്കിന്ന് ഓർക്കുകയാണ് ഈ മാലാഖയുടെ അത്ഭുതകരമായ ഒരു ഇടപെടലാണ്. അപ്പം ആ സമയത്ത് ഒരു സാധാരണ ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വരുന്നു. എന്നിട്ട് അവർ വന്ന് അച്ഛനെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സങ്കടത്തോടെ ഇരിക്കണം. ഞാൻ പറഞ്ഞു, കൊടുക്കാൻ കയ്യിൽ പൈസ ഇങ്ങനെ തികയണില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. അപ്പം മാലാഖനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ദൈവത്തിന് ഈ മാലാഖയെ നേരിട്ട് ഇങ്ങനെ അവിടെ നിന്ന് വിടാൻ പറ്റില്ല. അപ്പം ദൈവം നമ്മുടെ മുന്നിലേക്ക് മാലാഖ കണക്കെ പലരെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടും എന്നുള്ളതാണ്. നോക്കണം, 1,40,00,000 രൂപ ചിലവ് വന്ന നമ്മുടെ തമ്മനം ചാപ്പലിൻ്റെ നിർമ്മാണത്തിന് ആ പണി കഴിഞ്ഞ് ആശീർവദിക്കുന്ന സമയം വരെ അച്ഛൻ ആകെ കിട്ടിയ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 15,50,000 രൂപയാണ്. ഓർത്ത് നോക്കി, 1,40,00,000 അവിടെ കിടക്കണ്, ഈ 15,50,000 അവിടെ കിടക്കണം. എവിടെ കൂട്ടിയാൽ മുട്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈ ഒരു ഫാമിലി വന്നിട്ട്. അവർ വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നത് ഒരു 5 ലക്ഷത്തിൻ്റെയാണ്. ആ ഒരു കുടുംബം 12,90,000 രൂപ നൽകിയാണ് എന്നെ സഹായിച്ചത്. ആ ഒരു സമയത്തുള്ള എൻ്റെ ആ ഒരു ബാധ്യതകൾ. എന്നിട്ട് ഒരു അച്ഛൻ എന്നാണ് ഈ കടമൊക്കെ തീരണത്? ആ സമയത്ത് അവസാനത്തെ കടം പോലെ വീട്ടിയാൽ മതി, എങ്കിലും നമുക്കൊരു ഇതുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞിടെ അവരോട് ചോദിച്ചു, എന്തായാലും എന്തെങ്കിലുമൊക്കെ കുറച്ചേ കൊടുത്ത് വീട്ടാം എന്ന് കരുതി. അപ്പോൾ അവർ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞിങ്ങനെ, അച്ഛാ, ഒരു സമയത്ത് പള്ളിക്കായിട്ട് ഞങ്ങൾ തന്നതല്ലേ, അത് പള്ളിക്ക് തന്നെ ഇരിക്കട്ടെ, ഇനി അത് വേണ്ട എന്ന് ഓർത്ത് നോക്കി. 12,90,000 രൂപ കടമായിട്ട് തന്നൊരു കുടുംബം കഴിഞ്ഞ ദിവസം പറയുകയാണ്, അത് പള്ളിക്കായിട്ട് തന്നതല്ല അച്ഛാ, അത് പള്ളിക്ക് തന്നെ ഇരിക്കട്ടെ. ഞാനിതാ പറയുന്നത്, ഈ മാലാഖ പ്രവർത്തിക്കുന്ന ചില രീതികളൊക്കെ അത്ഭുതാവഹമാണെന്നതിൻ്റെ നേർസാക്ഷി. ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഒക്കെ എങ്ങനെ വീട്ടിൽ തീർക്കാൻ പറ്റും? ഇതാണ് എൻ്റെ പ്രിയം. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്നതൊക്കെ, ഈ പറയുന്ന പാലാരിവട്ടം ദിവ്യകാരുണ്യ ചാപ്പൽ, അത് പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിൽ മാലാഖ തോന്നിപ്പിച്ചതാ. അല്ലെങ്കിൽ ഞാനത് ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനത്തെ ഒരു കാര്യം. ഈ വർഷം ഇനിയൊരു കൺസ്ട്രക്ഷനും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഉറക്കത്തിൽ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പോയി പണിയിട എന്ന് പറഞ്ഞിട്ട് ചെയ്യിച്ചതാ. ഓർത്തു നോക്കി, 45 ദിവസം കൊണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച, നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ആ ദിവ്യകാരുണ്യ ചാപ്പലിൻ്റെ ആശീർവാദം നിർവഹിക്കപ്പെടുമ്പോൾ ആ വഴിയിലൂടെ കടന്നുപോയവരൊക്കെ ഇന്ന് അത്ഭുതത്തോടെ ഈ ചാപ്പൽ, ദിവ്യകാരുണ്യ ചാപ്പൽ കണ്ട് നിൽക്കുന്നുവെങ്കിൽ അത് പണിതത് മനുഷ്യരല്ല, മാലാഖ വഴി ദൈവം പൂർത്തീകരിച്ച് തരുന്ന കൃപയുടെ സാക്ഷ്യമാണ്. വചനം ഇന്ന് നമ്മൾ സങ്കീർത്തകനോട് പറഞ്ഞില്ലേ, എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു. അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒറ്റ മനോഭാവം ഇതാ: തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട്, തമ്പുരാനിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നീ എന്ത് ചെയ്താലും അത് അതിൻ്റെ ഏറ്റവും വലിയ പെർഫെക്ഷനിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കും എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ്, ഗ്യാരണ്ടിയാണ്. 1-2 കാര്യങ്ങളാണ്. നമ്മുടെ ഈ പാരിഷ് ഹോളിനെ നോക്ക്, 30 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ഹോള് പൂർത്തീകരിക്കാൻ പറ്റും? പറ്റില്ല, ഇമ്പോസിബിളാ. ആ ഹോള് ഞാൻ പൊളിച്ച സമയത്ത് പലരും പറഞ്ഞെന്താ,
ഉള്ളത് പൊളിച്ച് റെനോവേറ്റ് ചെയ്ത് 30 ദിവസം കൊണ്ട് ഇയാള് കാണിക്കുന്നത് കാണട്ടെ എന്നുള്ള അഭിപ്രായങ്ങൾ ഒത്തിരിയേറെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിശ്ചയിക്കപ്പെട്ട ദിവസം, നിശ്ചയിക്കപ്പെട്ട സമയം അത് ആശീർവദിക്കപ്പെട്ടുവെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തി അല്ല, പിന്നെ ആരുടേതാ? ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. അതിനെൻ്റെ പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത് അത്രത്തോളം പവർഫുള്ളായ മാലാഖയെ നിങ്ങൾ കൂട്ടുപിടിച്ചോ. തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കരുത്ത ഈ ദൈവാലയത്തിൻ്റെ പുണ്യമാണ് നമ്മുടെ ഈ മാലാഖ എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ഓർത്തു നോക്കൂ, ഈ ദൈവാലയ തിരുമുറ്റം അടിച്ചിടാൻ വേണ്ടി ഞാൻ 15,000 രൂപ മാസം അലവൻസ് കൊടുക്കാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്നും പറഞ്ഞ് വിളിച്ചൊരു സമയമില്ലേ. വന്നവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പറ്റൂല എന്നും പറഞ്ഞ് ഇട്ടിട്ട് പോയി. നോക്കി, നമ്മുടെ ദൈവാലയ തിരുമുറ്റം കിടക്കുന്നത് പോലെ കിടക്കുന്ന ഏതെങ്കിലും ഒരു പള്ളിമുറ്റം കാണിച്ചു തരാൻ പറ്റുമോ? ഇട്ടിട്ട് പോയവർക്ക് പകരമായിട്ട് എത്ര പേരാ ഇന്ന് ഈ മാലാഖ പള്ളിയുടെ തിരുമുറ്റം അടിച്ച് ഇത്രയും നീറ്റാക്കിയിട്ട് അതിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക. ഓർത്തു നോക്കി, ഇതൊക്കെയാണ് പറയുന്നത് തമ്പുരാന്റെ അത്ഭുതകരമായ പ്രവർത്തികളുടെ സാക്ഷ്യം. അച്ഛനിവിടെ എണ്ണി പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് ഈ ആഴത്തിലുള്ള വിശ്വാസം നിങ്ങൾ ഉറപ്പാക്കണം എന്നതിനു വേണ്ടിയാണ്. അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ പോകും, പക്ഷെ നിങ്ങൾ ഇവിടെയുള്ളവരാ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമസന്ധികളിൽ എന്ത് ചെയ്യുമെന്നറിയാതെ തളർന്നിരിക്കുമ്പോഴും ഇങ്ങനെ കൈപിടിച്ച് ഞാൻ കൂടെ ഉണ്ടട്ടാ എന്ന് പറയാൻ ദൈവം അയച്ചു തന്ന ഒരു മാലാഖയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ മാലാഖയുടെ കരുത്ത് ഈ അച്ഛനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അച്ഛനെതിരെ 27 പരാതികളാണ് ലോകം മുഴുവനും പോയിട്ടുള്ളത്. എന്നിട്ട് അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ മാലാഖ തന്നിരിക്കുന്ന കരുത്ത. ഇത്രത്തോളം കരുത്തുള്ള ഒരു മാലാഖ കൂട്ടിനായിട്ട് കൂടെ ഉള്ളപ്പോൾ അച്ഛൻ എന്തിൻ്റെ പ്രശ്നം? അപ്പൊ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും, അത് ഉറപ്പാ. പക്ഷെ ആ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവം തൻ്റെ സഹായകനായ ഒരു മാലാഖയെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഭയപ്പെടണം? ആരെ നമ്മൾ പേടിക്കണം? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം നമുക്ക് നൽകിയ കരുത്താണ് ഈ മാലാഖ എന്ന തിരിച്ചറിവോടുകൂടെ അനുഗ്രഹത്തിൻ്റെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ഈ മാലാഖയുടെ മാധ്യസ്ഥ്യം വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, അതിന് പരിഹാരം, ഉത്തരം കിട്ടിയിരിക്കും.